ഗ്രീൻ ടിവിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ നിലാമാണ്. ഹീസ് എ ഓർത്തോപീഡീഷ്യൻ. ഓർത്തോപീഡീഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ ഐഡിയ കിട്ടി കാണും എന്തിനെ കുറിച്ചാണെന്ന്. നമ്മുടെ ബോഡി റിലേറ്റഡ് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഒക്കെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ, വെൽക്കം ടു ദ ഷോ ഡോക്ടർ. യെസ്, അപ്പോൾ ഡോക്ടർ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ഇബിൻ സിന മെഡിക്കൽ സെൻറ്റർ, അജ്മാനിലുള്ള ഈ ഒരു മെഡിക്കൽ സെൻറ്ററിലാണ് ഇപ്പോൾ ഡോക്ടർ 5 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡോക്ടർ ഓർത്തോപീഡീഷ്യനായിട്ട് 23 ഇയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലേ ഡോക്ടർ? ഡോക്ടർ, നമുക്കിപ്പം പൊതുവെ ഗൾഫിലുള്ള മലയാളികൾക്ക്, യുഎയിലുള്ള മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ് ബോഡി പെയിൻ റിലേറ്റഡ്. ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ബാക്ക് പെയിൻ, നീ പെയിൻ, അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസ് ഒക്കെ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് യുഎയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 3 പേര് 2 പേർക്കെങ്കിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ജോയിന്റ് പെയിൻസ്. ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ജോയിന്റ് പെയിൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തുള്ള കാര്യങ്ങളാണ്. അത് യു എയിൽ ഇവിടെ എസ്പെഷ്യലി GCCയിൽ ഇത് കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ്. ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടും, രണ്ടാമത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് എക്സസൈസ് ഒന്നും ഇല്ല ഇവിടെ. പൊതുവേ എക്സസൈസ് കുറവാണ്. അതെ, ആക്ച്വലി അത് 2 എക്സ്ട്രീമാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉള്ളതെന്ന് വെച്ചാൽ തീരെ എക്സസൈസ് ഇല്ലാതെ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ലേബേഴ്സ് ആണ്. അവർ ഒരുപാട് വളരെ ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ്. അതെ, അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് മറ്റേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എസ്പെഷ്യലി ബാക്ക് പെയിൻ ആവാം, നെക്ക് പെയിൻ ആവാം. ഇവൻ വർക്ക് റിലേറ്റഡ് ഞാൻ പറയുമ്പോൾ അത് ലേബർ ക്ലാസ്സിന് മാത്രമല്ല, ഈവൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും വരാം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇപ്പം മനസ്സിലാക്കാണല്ലോ എന്തിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. താഴെ നമ്പർ കാണാവുന്നതാണ്. 2 നമ്പേഴ്സ് ഉണ്ട്, 0529611333, അതും അല്ലെങ്കിൽ 0501496064. ഈ 2 നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമ്മുടെ ഡോക്ടർ നിലാം വിൽ ബി ആൻസറിങ് ടു യു. അതുപോലെ ഡോക്ടർ ഇപ്പം പറഞ്ഞതുപോലെ ഈ എന്തെങ്കിലും ഏജ് ഗ്രൂപ്പ് ഉണ്ടോ ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ഇഷ്യൂസ് കണ്ടുവരുന്നതിൽ? അല്ല, ഈ ജോയിന്റ് പെയിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് പറയുമ്പോൾ എല്ലാ ഏജിലും ഡിഫറെൻറ്റ് റീസൺസ് കാരണം വരാറുണ്ട്. ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാവാം ജോയിന്റ് പെയിൻസ്, ഒരു യൂത്ത് അവർക്ക് ഉണ്ടാവാം ജോയിന്റ് പെയിൻസ്. അതുപോലെ തന്നെ കുറേ അതെ സീനിയർ സിറ്റിസൻസിനും ഉണ്ടാവാം. ഇപ്പോൾ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ സാധാരണ ഇവിടെ കണ്ടുവരുന്നൊരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ വൈറ്റമിൻ D ആൻഡ് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. അതിന് പ്രത്യേകിച്ച് കാരണം പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ വേണ്ടത്ര വെയിൽ കൊള്ളുന്നില്ല, വേണ്ടത്ര വെയിൽ അവർ കിട്ടുന്നില്ല. കാരണം മിക്കവാറും അവർ സ്കൂളിലായിരിക്കും. ആകെ കിട്ടുന്ന 2 ദിവസം വെള്ളി ശനിയാണ്. ആ ദിവസങ്ങളിൽ അവർ ഈ പറഞ്ഞ വെയിൽ കൊള്ളേണ്ട സമയത്ത് അവർ കിടന്നുറങ്ങിയിരിക്കും. വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ കുട്ടികളൊക്കെ പുറത്ത് ഓരോ കളികളൊക്കെ ഏർപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മെയിനായിട്ട് കുട്ടികൾക്കുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഗെയിംസ്, ഇല്ലെങ്കിൽ മൊബൈലിലുള്ള ഗെയിംസ്, ഇതാണ്. അത് ഒരു വലിയ ഇഷ്യൂ ആണ്. അത് പിന്നെ നമ്മൾ ഇവിടെ മാത്രമല്ല നാട്ടിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അത് വെയിറ്റ് ഒരുപാട്, ആ സ്കൂൾ ബാഗൊക്കെ മുതിർന്നവർക്ക് പോലും അത് പൊന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമുക്കൊരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് തീർച്ചയായിട്ടും ബാഗുകളൊക്കെ എല്ലാവർക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അല്ലാതെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കുട്ടികളെ വേണ്ടത്ര നമ്മൾ വെയിൽ കൊള്ളിക്കുക, വെയിൽ കൊള്ളാൻ അവരെ നിർബന്ധിക്കുക, പുറത്ത് കളിക്കാൻ വിടുക, ഔട്ട്ഡോർ ഗെയിംസിൽ വിടുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടത്ര ഫുഡ് സപ്ലിമെന്റ്സ് കൊടുക്കുക. കാൽഷ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഫുഡ് കൊടുക്കുക. പിന്നെ പരമാവധി ഈ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പം ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സപ്ലിമെന്റ്സ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് അതിന്റെ കുറവുണ്ട് കാൽഷ്യത്തിന്? അല്ലെങ്കിൽ തീർച്ചയായും അതിനുള്ള ടെസ്റ്റുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക കുറച്ച് എക്സ്പെൻസീവ് ആണ് ടെസ്റ്റുകൾ, എന്നാലും നമുക്കത് അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. അത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് വേണ്ട വൈറ്റമിൻ D ആണെങ്കിലും കാൽഷ്യം ആണെങ്കിലും കൊടുക്കാൻ കഴിയും. പോരാത്തതിന് ഫുഡിലും ഇപ്പോൾ കാൽഷ്യമൊക്കെ നമുക്ക് ഫുഡിൽ തന്നെ കിട്ടുന്നുണ്ട്. പൊതുവേ മലയാളികൾ നമ്മൾ നല്ലോണം മീനൊക്കെ കഴിക്കുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം കാൽഷ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാരണം കാൽഷ്യം വേണ്ടത്ര നമുക്ക് അബ്സോർബ് ചെയ്യുന്നില്ല, ബോഡി അബ്സോർബ് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി വന്നത്. അതുപോലെ മുതിർന്നവരിലാണെങ്കിൽ ഇപ്പം പറഞ്ഞു ഇപ്പം വീട്ടമ്മമാർക്ക് കൂടുതൽ കണ്ടുവരുന്നുണ്ട് ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. അല്ല, അത് ശ്രദ്ധിച്ച കാര്യം മനസ്സിലാവും. ഇവിടെ എങ്ങനെ, ഇവിടെ ഒരുവിധം എല്ലാ വീട്ടുകളിലും ജോലിക്ക് പോകാത്ത
വീട്ടമ്മമാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞേക്കും, ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഭർത്താവും പോവും, പിന്നെ ഇവർക്ക് ആകെ ഉള്ളത് ഉറങ്ങാന്നുള്ളതാണ്. അല്ലാതെ ഇവരാരും വെയിലൊള്ളുന്നില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് അങ്ങനെ പോകണമെന്നില്ല. പിന്നെ അപൂർവം ചില വില്ലയിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ബാൽക്കണിയിൽ ശരിക്കും വെയിൽ കിട്ടുന്നവർക്ക് ഓക്കെ, അവർക്ക് അത്യാവശ്യം കിട്ടും. പക്ഷെ അത് അവർ അതിനുവേണ്ടി ശ്രമിക്കണം. പലരും ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങൂല, ആ സമയത്ത് കിടന്നുറങ്ങിയിരിക്കും. ഏതാണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണീക്കലാണ് ഉണ്ടാവും. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിൽ കൊള്ളണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് കേട്ട് വരുന്നതാണ് ഏത് സമയത്ത് വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ ഏത് സമയത്ത് വെയിൽ കൊള്ളാൻ പാടില്ല അന്നെങ്ങനെ? അത് എന്തായാലും നട്ടുച്ചക്കുള്ള വെയിൽ എന്തായാലും ഒഴിവാക്കണം. ബാക്കി ഓരോ WHO റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ ഓരോ സോൺ തിരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ചില സ്ഥലങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 8 to 9 ഉള്ള ആ വെയിലുള്ളതായിരിക്കും നല്ലത്. പക്ഷെ അത് തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ചൂടുള്ള സമയത്ത് നമുക്കറിയാം അത് അൾട്രാവയലറ്റ് രശ്മിയിലൊക്കെ തട്ടി സ്കിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം. ഡോക്ടറെ ഓരോ ഭാഗത്തുള്ള ആൾക്കാരും ഒരു ഡോക്ടറെ കണ്ട് അവർ ഏത് സമയത്താണ് എത്ര സമയം വേണം എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒബേസിറ്റിയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജോയിന്റ് പെയിനൊക്കെ വലിയ കാരണമാണ്. നമ്മുടെ മുട്ടുവേദനയും നടുവേദന കഴുത്തിനുണ്ടാകുന്ന വേദനയൊക്കെ കാരണമാണ് ഈ ഒബേസിറ്റി. സോ അതന്നെ എന്തെങ്കിലും ഒരു പ്രതിവിധി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻ? ഒബേസിറ്റി നമുക്ക് ഫുഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒബേസിറ്റി നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാവുന്നതാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ആ കഴിക്കുന്ന ഫുഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫുഡ്. അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡുകൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. മീൻസ് ഒരുപാട് ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ഇവിടെ പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മുടെ നാട്ടിൽ പോലെയല്ലേ. നാട്ടിൽ നമ്മൾ മിക്കവാറും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ പല കുടുംബങ്ങളിലും സ്ഥിരമായിട്ട് പുറത്തുനിന്നുള്ള ഫുഡ്, പ്രത്യേകിച്ചും KFC അങ്ങനത്തെ, ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ പാടില്ല, എന്നാലും അത്തരം ഫുഡ് ബ്രോസ്റ്റും ഒക്കെ ഈ കഴിക്കുന്ന, അതുപോലെ തന്നെ ബീഫ് മട്ടൺ ഇതിൻ്റെ ഒക്കെ ഉപയോഗം കൂടുതലാണ്. ഇപ്പോൾ ജോയിൻറ്റ് പെയിൻസ് നമ്മൾ പറഞ്ഞു, അതിലിപ്പോൾ യൂത്തിലുണ്ടാവുന്ന ജോയിൻറ്റ് പെയിൻസിന് ഒരു റീസൺ യൂറിക് ആസിഡ് കൂടുന്നതാണ്. യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുന്നത് റെഡ് മീറ്റിൽ നിന്നാണ്. അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവും. ഇതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ, ഒന്ന് അവർക്ക് വേദന ഉണ്ടാവും, രണ്ടാമത് പല ദിവസങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുക, ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക. അപ്പോൾ അത്രയും അവരെ വർക്ക് ഡേയ്സ് അവർക്ക് ലൂസ് ചെയ്യുന്ന അവർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോംവഴി ഇത് റെഡ് മീറ്റ് കുറയ്ക്കണം. അതിൽ അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് AC ഉള്ളിൽ ഇരിക്കുന്ന പലർക്കും വേണ്ടത്ര അവർക്ക് ദാഹം ഉണ്ടാവില്ല. ഡോക്ടർ, നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, നമുക്കൊരു കോളർ ഉണ്ട് കൂടെ. ഹലോ സാരഥിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? നവീൻ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹായ്, പ്ലാന്റർ ഫേസൈറ്റിസ് അത് സാധാരണ ട്രീറ്റ്മെന്റ് കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുത്തോളൂ, അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ക്രോണിക് ആണോ, അതല്ല നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറ്റിയ? താങ്കൾക്ക് ഉണ്ടാവുന്നത് ഉപ്പുറ്റി മടമ്പ് എന്ന് പറയുന്ന ഭാഗത്ത് വേദനയായിരിക്കും അല്ലേ? ഉപ്പുറ്റി മാത്രമല്ല, മൊത്തം കാലിന്റെ അടിയിൽ വേദന ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന കൂടുതൽ അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ കുറെ നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് നടന്നു തുടങ്ങുമ്പോൾ വേദന അനുഭവപ്പെടും? രണ്ട് രീതിയിലുണ്ട്. അതായത് അതെ, ഇത് ഈ പ്ലാന്റർ ഫെസൈറ്റിസ് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് അത് ശരി. അപ്പൊ ഇതില് ഒരു കാരണം വെയിറ്റ് ആണ്. നമ്മുടെ ബോഡി വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവാം. രണ്ടാമത്, അപ്പൊ ഞാനത് ജനറലി അത് കണ്ടുവരുന്ന കാരണങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതായത് ഒന്ന് ബോഡി വെയിറ്റ് ആണ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥയിൽ ഇതുപോലെ വരാം. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവാം. വേറെ കാറ്റഗറി വരുന്നത് വെച്ചാൽ ഈ സേഫ്റ്റി ഷൂ പോലത്തെ വളരെ ഹെവി ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ ഈ നമ്മുടെ ഹീൽ ഉണ്ടല്ലോ, അവിടെ കാൽക്കേനിയം തന്നെ ബോൺമ വരുന്ന ചെറിയ ഒരു വളർച്ച,
സ്പർ എന്ന് നമ്മൾ പറയാം, അതുള്ളവർക്കും ഇതുപോലെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് എന്താണ് കാരണം എന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും വേണം. യൂറിക് ആസിഡ് ചെക്ക് ചെയ്താൽ അത് നോർമലാണ്. വെയിറ്റ് എനിക്ക് ഓവർ വെയിറ്റ് അല്ല, ഞാൻ 176 ഹൈറ്റും 80 kg വെയിറ്റുമാണ്. അപ്പൊ ചെറിയ വ്യത്യാസമുള്ളൂ. അത് കൂടാതെ ഞാൻ ഷൂസ് ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിലില്ല, അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. ചില അവിടെ ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഒരുപാട് നേരം നടക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ അങ്ങനെ അതും ഒരു കാരണമാവാം. അപ്പോൾ അതിന് നമ്മൾ ഈ ഷൂസിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സിലിക്കോണിൻ്റെ ഹീൽ പാഡ് വാങ്ങിക്കാൻ കിട്ടും. ആ ഹീൽ പാഡ് യൂസ് ചെയ്ത് നോക്കുക. സോറി, അങ്ങനൊന്നുമില്ല. ഒരുപാട് പേരും അതിന് ഇത് കൂടാതെ ഇപ്പം മെഡിക്കേഷൻസ് അല്ലാണ്ട് തന്നെ നമുക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറാറുണ്ട്. മാറാത്ത അവസ്ഥ മാറാണ്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് തീർച്ചയായും അത് മാറാൻ പ്രയാസമാണ്, ആ ബോഡി വെയിറ്റ് കുറയ്ക്കാത്തടത്തോളം. താങ്ക് യു സോ മച്ച് നവീൻ ഫോർ കോളിംഗ്. യെസ്, അപ്പം നവീൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജോയിൻറ്റ് പെയിൻ, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, എന്ത് പെയിൻ റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും വി ഹാവ് ഗോട്ട് ഓർത്തോപീഡിയൻ ഡോക്ടർ നിലാം വിത്ത് അസ്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന 2 നമ്പേഴ്സ് കാണാനുണ്ട്, വിളിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ യൂത്തിനെ കുറിച്ചായിരുന്നു, കണ്ടുവരുന്ന ഈ യൂറിക് ആസിഡ് കാരണം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച പോലത്തെ ഈ കാലിൻ്റെ മടമ്പിനുള്ള വേദന, അത് കൂടാതെ തന്നെ പല സന്ധിയിലും അത് വേദന വരാം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് യൂറിക് ആസിഡ് ഒക്കെ ടെസ്റ്റൊക്കെ വളരെ അത്ര ഒരു എക്സ്പെൻസീവ് അല്ലാത്തൊരു ടെസ്റ്റാണ്. ഇവിടെ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കാരണം വേണ്ടത്ര വെള്ളം കുടിക്കാത്തതുകൊണ്ടും ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ കഴിക്കുക റെഡ് മീറ്റ്, അത് കാരണവും വരാം. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ടെസ്റ്റ് ചെയ്യുകയും അതിന് മരുന്ന് കൃത്യമായിട്ട് കഴിക്കുകയും നല്ലോണം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു കുട്ടികൾ ഇപ്പം സിംറ്റംസ് വഴി ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം പറഞ്ഞു ടെസ്റ്റ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു. എന്നാൽ സിംറ്റംസ്, എന്തൊക്കെ സിംറ്റംസ് കണ്ട് നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി? പലപ്പോഴും ആ കുട്ടികളെ കൊണ്ടുവരുന്നത് ജോയിന്റ് പെയിൻസ് ആയിരുന്നു. പല്ലൊക്കെ പൊടിയും പറയും കാൽഷ്യത്തിന്റെ കുറവാന്ന് പറയും. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതെ, അപ്പോൾ ഇതൊക്കെ ഇച്ചിരി കാൽഷ്യത്തിൻ്റെ അല്ല മറ്റേ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ ടെസ്റ്റ്. വൈറ്റമിൻ ഡി ആണ് എക്സ്പെൻസീവ്. പക്ഷെ ഇവിടെ കൊണ്ട് പലർക്കും ഈ ഇൻഷുറൻസ് കവറേജ് ഉള്ള കാരണം അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അത് ചെയ്ത് അതിനനുസരിച്ച് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ വളർച്ചയിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പം ആക്സിഡൻസ് ഒക്കെ കാരണം പലർക്കും ഈ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. ആക്സിഡൻസിന് ശേഷം വരുന്ന ഇഷ്യൂസ് ലൈക്ക് ജോയിന്റ് പെയിൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ചിലർക്ക് ആക്സിഡന്റ് എല്ലാം അറിയാൻ പറ്റത്തില്ല, ചിലർക്ക് വെറുതെ ഒന്ന് വീണ് കഴിഞ്ഞാലും അപ്പോഴും വേദന ഉണ്ട്, പിന്നീട് അത് നെഗ്ലക്ട് ചെയ്യും, പക്ഷെ പിന്നീടായിരിക്കും അത് ഒന്നും കൂടി രൂക്ഷമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പലപ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞു. പല ആൾക്കാരും അവർ ജോലി ചെയ്യുന്ന സമയത്ത് വീഴ്ചകളുണ്ടാവും. പക്ഷെ വീഴ്ചയിലുണ്ടെങ്കിലും അവർ ആ സമയത്ത് അത്രയും അങ്ങോട്ട് കാര്യമാക്കില്ല. എന്നിട്ട് പിന്നെ അവർ പിറ്റേ ദിവസമായിരിക്കും പിന്നെ ഇവർക്ക് വേദനയും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ അവർ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ എക്സ്റേ എടുക്കുകയും അതിന് ചില ഇഞ്ചുറീസ് നമുക്ക് അതനുസരിച്ച് റെസ്റ്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാറാം. മനസ്സിലായില്ലേ? പിന്നെ ചില കേസിൽ നെഗ്ലക്റ്റ് ചെയ്യും. അവർക്കറിയാം ഇത് ഇഞ്ചുറി ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നിട്ടും അവർ പല കാരണം കൊണ്ടും അവർക്ക് സാമ്പത്തിക പ്രശ്നമാവാം, അല്ലെങ്കിൽ ഒരു ദിവസം അവർ ജോലിക്ക് പോയില്ലെങ്കിൽ അവർ ജോലി നഷ്ടപ്പെടാം. ഇപ്പോൾ പല കമ്പനികളിലും ജോലി കുറവാണ്. അപ്പോൾ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പിറ്റേ അവർ പറയും നിങ്ങൾ നാട്ടിൽ പോയിട്ട് ലീവ് എടുത്തിരുന്നോളം പറയും. അപ്പോൾ അതുകൊണ്ട് ആ പേടിയുണ്ട്, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. പക്ഷേ അറ്റ് ലാസ്റ്റ് അത് തീരെ അവർക്ക് നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് അവർ നമ്മളടുത്ത് വരുന്നത്. പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇനീഷ്യലി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഫ്രാക്ചേഴ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള നമുക്ക് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡോക്ടർ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് തേയ്മാനം. തേയ്മാനം എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പത്തിൽ ഇപ്പം കണ്ടുവരുന്ന ഒന്നാണ് ഈ തേയ്മാനം. സാധാരണ പണ്ടൊക്കെ മുതിർന്നവർക്ക് മാത്രം കണ്ടുവരുന്ന രോഗമായിരുന്നു, പക്ഷെ എന്നാൽ ഇപ്പം ചെറുപ്പത്തിലേ കണ്ടുവരുന്ന തേയ്മാനം എന്ന ഈ രോഗം, ഇതിനെക്കുറിച്ച് ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ആദ്യം ഞാൻ തേയ്മാനം പറയാം. തേയ്മാനം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ഒരു വസ്തുവും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന മാറ്റം, അതാണ് തേയ്മാനം.
ഇപ്പോൾ ഒരു ജോയിൻറ്റിലാവുമ്പോൾ സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ബോൺസ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഈ ഓരോ ബോണിനും കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഉദാഹരണം നമ്മൾ മുട്ടെടുക്കുക, കാലിൻ്റെ മുട്ടെടുക്കുക, അതിന് ആ കാർട്ടിലേജ് ഉണ്ടാവും, അവിടെ ഫ്ലൂയിഡ് ഉണ്ടാവും, ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ഈ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് കുറയുന്നൊരവസ്ഥയിൽ നമുക്ക് എന്താ ഉണ്ടാവുക, ഈ ബോണുകൾ തമ്മിൽ വരികയും ആദ്യം ആ കാർട്ടിലേജ് ഡാമേജ് വരും, പിന്നീട് ബോണിന് തന്നെ ഡാമേജ് വരും. ഇത് സാധാരണഗതിയിൽ ഓരോ ഏജ് ഗ്രൂപ്പിൽ വരാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളിൽ ഇപ്പോൾ ഒരു 40-45 ആകുമ്പോൾ വരാം, ആണുങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് 50 കഴിയുമ്പോൾ ഉണ്ടാവാം. പക്ഷേ ഇതിനൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ആൾക്കാർക്ക് വെയിറ്റ് കൂടുതലുണ്ടാവാം, ഇതൊക്കെ കാരണമാവാറും അതിൻ്റെ സ്പീഡ് കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി സ്റ്റേറ്റ്സ് അതുണ്ടാവാം. നേരത്തെ പറഞ്ഞല്ലോ വീഴ്ചകൾ, നമുക്ക് വരുന്ന ഫ്രാക്ചേഴ്സ്, അതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് തേയ്മാനം ഉണ്ടാവാം. തേയ്മാനത്തിൻ്റെ നേരത്തെ വരാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും നേരത്തെ വരാം. തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് സ്പോണ്ടൈലോസിസ്, അതായത് തേയ്മാനം തന്നെയാണ്, ഉണ്ടായി കാണാറുണ്ട്. അപ്പോൾ യങ് ഏജിൽ തന്നെ 25-30 വയസ്സിലുള്ളവർക്കൊക്കെ തന്നെ, കാരണം 8 മണിക്കൂർ 10 മണിക്കൂർ അവർ ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു പൊസിഷനാണ്. പിന്നെ അതുപോലെ തന്നെ കിടക്കുന്ന രീതി, നമ്മളിപ്പോൾ കിടക്കുന്ന പൊസിഷൻ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. പല ബാച്ചിലേഴ്സ് റൂമിലും ഇവർ ഈ TV കാണുന്നത് എല്ലാവരും കൂടി റൂമിൽ കാണും, ചിലർ കിടന്ന് കാണും. ഒരു പൊസിഷൻ, ഈ കിടക്കുന്നതിൻ്റെ ഇതൊക്കെ തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. ബെഡ്മ വെച്ചും കൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുക, കിടന്നും കൊണ്ട് ഉപയോഗിക്കുക, ഇതൊക്കെ പൊസിഷൻ. അത് ശരിക്കും അതെ ലൈഫ് സ്റ്റൈൽ. ഇത് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ആൾക്കാർ പറയാറുണ്ട് മുമ്പൊന്നും ഈ തേയ്മാനമൊന്നും കണ്ടിരുന്നില്ല, ഇപ്പോഴാണ് തേയ്മാനമൊക്കെ. അങ്ങനെയല്ല അത്. കാരണം വെച്ചാൽ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇതിന് ഡോക്ടർ എന്തെങ്കിലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റില്ല? ഫുഡ് ഹാബിറ്റ്സ്, ഒബീസിറ്റി, നമുക്ക് ഈ ഫ്ലൂയിഡ് കുറയുന്നതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് തേയ്മാനം വരുന്നത്. ഈ ഫ്ലൂയിഡ് കൂട്ടാനായിട്ട് എന്തെങ്കിലും നാച്ചുറൽ അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ടും ഒക്കെ വളരെ നമുക്ക് പല മെഡിസിൻസും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ 100% നമുക്ക് അങ്ങനെ അതിൻ്റെ അതുകൊണ്ട് ഫ്ലൂയിഡ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചില ഇപ്പോൾ ഹയൽഗാൻ എന്ന് പറയുന്ന ചില ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ കുത്തിവെക്കുക. അത് ഒരു 3 മുതൽ 5 ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ അതിൻ്റെ ആ ഒരു മീൻസ് ആർട്ടിഫിഷ്യലാണത്, ആർട്ടിഫിഷ്യൽ മറ്റേ ജോയിൻറ്റ് ഫ്ലൂയിഡാണ് അത്. ശരിക്കും കുറച്ച് എക്സ്പെൻസീവ് ഉള്ള സംഭവമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ നിൽക്കും. പക്ഷെ അത് തന്നെ തേയ്മാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ മാത്രമേ നമുക്കത് ഉപകാരപ്പെടുള്ളൂ. അല്ലാണ്ട് ഒരുപാട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിയ ഒരു തേയ്മാനത്തിന് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല ഡോക്ടർ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സമയം വളരെ പ്രശ്നമാണ് എല്ലാവർക്കും. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും രാവിലെ IT ജോലി ചെയ്യുന്നവരാണെങ്കിലും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പോലും ഒന്നിനും സമയമില്ല, പ്രത്യേകിച്ച് എക്സസൈസിന്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ചെറിയ കുറുക്ക് വഴികൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സസൈസ് മാത്രം ചെയ്യുവാണെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും എന്നുള്ളത് എന്തെങ്കിലും വഴിയില്ല? ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് നടത്തമാണ് ഏറ്റവും നല്ല എക്സസൈസ്. നടക്കുക എന്നുള്ളത് അത് പുറത്ത് നമുക്ക് നടക്കാം, പക്ഷേ ഇവിടുത്തെ പല കാലാവസ്ഥയിലും നമുക്ക് എല്ലാ സീസണിലും നമുക്ക് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനൊരു ട്രെഡ്മില്ലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പല വീടുകളിലും ട്രെഡ്മില്ല് സത്യം പറഞ്ഞാൽ വെറുതെ ഒരു സ്ഥലം ഉപകരിക്കുന്ന ഒരു വസ്തുവായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് വാങ്ങിക്കും, കുറച്ച് ദിവസം അത് ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗിക്കാണ്ട് നടത്താൻ. അതേസമയം ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് നീന്തലാണ്, സ്വിമ്മിങ്. പക്ഷെ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കുറവാണ്. ഇപ്പോൾ പുതിയ വരുന്ന പല ബിൽഡിങ്സിലും ഒക്കെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ മെജോറിറ്റി നമ്മൾ മലയാളികൾ താമസിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ തേയ്മാനത്തിന് ഈ സ്വിമ്മിംഗ് നല്ലതായി കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റാണോ? തേയ്മാനത്തിന് നല്ല ബാക്ക് പെയിൻ ആണ് സാധാരണ നമ്മൾ പറയുന്നത്. തേയ്മാനത്തിന് പക്ഷെ നമുക്ക് തേയ്മാനം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മുട്ടുവേദന എന്ന് പറഞ്ഞു, അതിന് ഫിസിയോതെറാപ്പി, ചില എക്സസൈസുകൾ, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷെ പലരോടും നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ആഴ്ചയിലോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 2 മാസം മാക്സിമം ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ പറയും
അതുപോലെ സമയമില്ലാത്തൊരു പ്രശ്നമാണ്. എന്തെങ്കിലും ഡോക്ടർ ഇപ്പം കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു, എങ്ങനെ നമുക്ക് ഈ ദിവസേന കണ്ടുവരുന്ന ഈ ജോയിന്റ് പെയിൻസ് അല്ലെങ്കിൽ നടുവേദന, ബാക്ക് പെയിൻ, മുട്ടുവേദന, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻസ് എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വാസ് റിയലി നൈസ് ടു ഹാവ് യു ഡോക്ടർ നിലാമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഓർത്തോപീഡീഷ്യൻ ആണ്. 25 വർഷമായിട്ട് ഡോക്ടർ ഈ ഒരു മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പം ഡോക്ടർ ഇബിൻ സിന മെഡിക്കൽ സെൻറ്റർ അജ്മാലുള്ള ഈ ഒരു മെഡിക്കൽ സെൻറ്ററിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നാളെ വീണ്ടും വേറെ ഒരു ഗസ്റ്റുമായിട്ട് വരുന്നതുവരെ ഇറ്റ്സ് മീ ഷാരു സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.